19-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിലേക്ക് നമുക്ക് തിരിയാം. 5-ാം വാക്യത്തിലോട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പ് 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകാം. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. ഈ അസ്തമനം കാണാൻ കന്യാകുമാരി പോയതോർക്കുന്നുണ്ടോ? പണ്ടൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ എക്സ്കർഷൻ കൊണ്ടുപോകും. ഞങ്ങളെ വിട്ടിട്ടില്ല, ഒരൊറ്റ സ്ഥലത്തും വിട്ടിട്ടില്ല. എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് ആ വിഷയത്തിൽ വിഷമമൊന്നുമില്ല. വിഷമം ഉണ്ടായിരുന്നു. പാവം എൻ്റെ അമ്മയ്ക്ക് അതിന് കഴിവില്ല. അപ്പച്ചൻ അങ്ങനെയൊന്നും ഒരു 10 പൈസ ചിലവാക്കത്തില്ല. അപ്പച്ചൻ പറയുന്നത്, നിന്റെ IAS വേണമെങ്കിൽ ഞാൻ വിടാം, പൈസ ഞാൻ മുടക്കാം, പഠിക്കാവേ പഠിച്ചു. പക്ഷേ ഒരു നമുക്ക് അല്ലേ പിള്ളേർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഇടുന്ന പോലെ ഷൂ ഇടണം, എല്ലാവരും ഇടുന്ന പോലെ ബെൽറ്റ് കെട്ടണം, ചെരുപ്പിടണം. അതൊന്നും വേണ്ട, ഇപ്പം സ്കൂളിൽ പോയി പഠിച്ചേച്ച് പോരാനുള്ളതൊക്കെ തരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിള്ളേർ പോകുന്നു. അതിന് ഇത്ര രൂപ കൊണ്ടുവരണമെന്ന് ടീച്ചർ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവമേ എന്ന് പറഞ്ഞു നോക്കാം. അയ്യോ, അന്ന് വീട്ടിൽ കലാപമാ, യുദ്ധമാ, പിന്നെ എൻ്റെ പൊന്നെ രാത്രി കഞ്ഞി കുടിക്കാനൊക്കാത്ത ബഹളമാ. എന്ത് കഷ്ടപ്പെട്ടാ ഇത്രയെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഓ ശരി. ഞാൻ ഓർക്ക് അന്ന് 10 രൂപയൊക്കെ മതിയായിരുന്നു, അന്നേരത്തെ പോയി കാണാറുണ്ട്. അപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു രസമാണ്. പക്ഷേ വിട്ടില്ല. എന്നിട്ട് ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടി ഒരു ഇന്നോവ കാറിൽ കുടുംബമായിട്ട് കന്യാകുമാരി പോയി. അവിടെ ഒരു റൂം എടുത്ത് താമസിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഉദയവും അസ്തമനവും കാണാവുന്ന ഹോട്ടൽ. വലിയ ഹോട്ടലൊന്നും അല്ല, സാധാരണയാണ്. അപ്പോൾ അവിടെ താമസിച്ചു. അസ്തമനം കാണാൻ എന്തോ ഒരു മനുഷ്യരാ വന്നിരിക്കും. അത് കഴിഞ്ഞ് ഉദയം കാണാൻ വെളുപ്പിനെ വരിക. നല്ല സ്വർണ്ണ നിറത്തിൽ, വർണ്ണിക്കാൻ പറ്റിയല്ല കളറ്. ഇവനിങ്ങനെ കടലിലോട്ട് ചാടുന്ന കാണാൻ. പക്ഷേ കവിയുടെ ഭാഷ കേട്ടോ, അവിടെ അവൻ സൂര്യന് ഒരു കൂടാരമടിച്ചു. എവിടെ? ആകാശത്ത്. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളിൽ ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. എന്നിട്ടും അവയുടെ സ്വരമാധുര്യം ഭൂതലമെങ്ങും പരക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തി വരെയും ചെന്നെത്തുന്നു. ആകാശത്തിൽ ദൈവം സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ധരിച്ചിരുന്നത് കന്യാകുമാരിയിലെ സൂര്യൻ അസ്തമിക്കുന്നത്. കന്യാകുമാരിയിൽ ഇരിപ്പുണ്ട്, രാവിലെ പൊങ്ങി വരിക എന്നാ ഓർത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ആ ഹോട്ടലിൻ്റെ അപ്പുറത്തെ വാതിൽക്ക് ചെന്ന് നോക്കിയാൽ വീണ്ടും പൊങ്ങി വരുന്ന കാണും. അപ്പോൾ അവിടെ കടലിൽ ചാടിയിരുന്നു, രാവിലെ എഴുന്നേറ്റ് വന്നു എന്നൊക്കെ ആ പിള്ളേർ പറഞ്ഞുകൊണ്ട്. കവിയുടെ ഭാവന ശ്രദ്ധിക്കൂ. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചു. അടുത്ത 12 മണിക്കൂർ ആ കൂടാരത്തിൽ അവൻ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരികെ വരുന്നു. ആരാ അവനെ വിളിച്ചുണർത്തുന്നേ? പ്രകൃതി. അതൊക്കെ കഴിഞ്ഞ് അമേരിക്ക ഭൂഖണ്ഡം കണ്ടുപിടിച്ചു. ഈ കടലിനപ്പുറത്തൊരു രാജ്യമുണ്ട്. എന്തൊരു സാഹസികമായ യാത്രകളായിരുന്നു അതൊക്കെ. കൊളംബസിന്റെ നേതൃത്വത്തിലുള്ള യാത്ര. അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്, അവിടെ ഒരു കരയുണ്ടാകും. പക്ഷെ ഈ കൊണ്ടുപോയ ഭക്ഷണം തീരാറായി. മൃഗങ്ങളും ഉണ്ടായിരുന്നു ആ കപ്പലയിൽ നിന്നൊക്കെ ഒരു വായന എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു 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 കുറച്ച് 1-2 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു കര കാണാൻ പോവുക. അപ്പോഴത്തേനും ഈ ജോലിക്കാരെല്ലാം ഇടഞ്ഞു, ഭക്ഷണം ഇല്ലാതെ കപ്പല്. പക്ഷെ ഈ മൃഗങ്ങൾ പുല്ലിൻ്റെ മണമടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു.
അപ്പോൾ അവർക്ക് ധൈര്യം വന്നു എന്നൊക്കെ ഞാൻ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവ് കാണും ആ വിഷയത്തിൽ. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയ്ക്ക് മറഞ്ഞ ആ സൂര്യൻ അമേരിക്കയിൽ ഇപ്പം എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ വിവാഹത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ആ രാജ്യത്ത് പോയിരുന്നു. അവിടുന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കത്തോടുള്ള ബന്ധത്തിൽ, ഈ ഡേയും നൈറ്റും മാറുന്നതിൻ്റെ. അപ്പോൾ സൂര്യൻ ഒരിടത്തും വിശ്രമിക്കുന്നില്ല. എന്നാൽ കവിയുടെ ഭാവനയിൽ പറയുകയാണ്, ഇതിനെ എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, നിയന്ത്രിച്ചിരിക്കുന്നത്, നടത്തുന്നത്. സൂര്യനെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ദൈവം നിന്നെ എത്ര അധികമായി കരുതും എന്ന് ഓർക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.